ഹീറോയിൻ അവീതം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ്റെ ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നത് ഹീറോയിൻ കാണുകയാണ്. വേഗം തന്നെ ആ കാമുകൻ ഒരു വലിയ കാർഡ്ബോർഡ് ബോക്സ് കൊണ്ട് ഒളിപ്പിക്കുന്നു. പാവ ആ കെട്ടിനുള്ളിലേക്ക് വന്നപ്പോൾ പണിയെടുക്കുന്ന ഹീറോയിനെ കണ്ടിട്ട് അയ്യോ പാവ ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നു. ഹീറോയിൻ ആണെങ്കിൽ വേണ്ട ഇപ്പോൾ ഓഫീസിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം എന്ന് പറയുന്നു. ആ കെട്ടിയോനും അതൊന്നും കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് ആ കാമുകൻ ഒളിപ്പിച്ചിരുന്ന ബോക്സ് കൊണ്ടിട്ട് സ്റ്റോർ റൂമിൽ വെച്ചിട്ട് വേഗം ഹീറോയിൻ്റെ അടുത്തേക്ക് വന്നിട്ട് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ടെന്ന് പറയുന്നു. ആ കാമുകനാണെങ്കിൽ ഹീറോയിൻ്റെ നമ്പറിലേക്ക് വിളിച്ചോണ്ടേ ഇരിക്കുകയാണ്. ആ ഹസ്ബൻഡ് ഹീറോയിൻ്റെ കയ്യിൽ നിന്ന് വേഗം ഫോൺ വാങ്ങി ലോക്കറിലേക്ക് എടുത്ത് വെച്ച് ഇത്രയും ഡേ ആയിട്ട് എനിക്ക് നിന്നെ മൈൻഡ് ആക്കാനായിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട റെസ്റ്റോറൻറ്റിൽ പോയി നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ഹസ്ബൻഡ് വൈഫ് ഫുഡ് കഴിക്കാനായിട്ട് പുറത്തു പോകാം. അവർ പുറത്തു പോയതാക്കത്തിന് ഈ കള്ള കാമുകൻ ആ ബോക്സ് നിന്ന് പുറത്തിറങ്ങാനായിട്ട് നോക്കുമ്പോൾ ആ ബോക്സ് നിലത്ത് വേണ്ടി അവൻ്റെ ബോധം പോകുന്നു. ഈ ഹസ്ബൻഡ് വൈഫും പുറത്തു പോയി തിരിച്ചു വന്നപ്പോൾ അടുത്ത വീട്ടിലുണ്ടായിരുന്ന അയൽവാസി പെണ്ണെ എൻ്റെ ഭർത്താവിനെ കണ്ടായിരുന്നു, വിളിച്ചിട്ട് ഫോണും എടുക്കില്ല എന്ന് പറയുന്നു. ഇവരും അറിയില്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കയറി പോവാണ്. ഹീറോയിൻ ആണെങ്കിൽ ആ കെട്ടിയം കുളിക്കാൻ പോയതാക്കത്തിന് സ്റ്റോർ റൂമിൽ പോയിട്ട് കാമുകനെ തപ്പിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ഇവളുടെ ഹസ്ബൻഡ് വന്നിട്ട് പേടിക്കേണ്ട അവനെ ഞാൻ സേഫ് ആയിട്ട് എത്തിക്കേണ്ടടുത്ത് എത്തിച്ചിട്ടുണ്ടെന്ന് പറയും. ഹസ്ബൻഡ് ഹീറോയിനോട് മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകാനായിട്ട് പറയുന്നു. ഈ ഹീറോയിൻ അവീതം നടത്തുന്നത് ഈ ഹസ്ബൻഡ് വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ പുള്ളിക്കാരന് മനസ്സിലായിരുന്നു. ഈ ഹീറോയിൻ അവീതം നടത്തിക്കൊണ്ടിരുന്നത് നേരത്തെ കണ്ട അയൽവാസി പെണ്ണിന്റെ കെട്ടിയവന്റെ കൂടെയാണ്. ഈ ഹസ്ബൻഡ് ആ കള്ള കാമുകനെ ഭംഗിയായി പാസ് ചെയ്ത അയൽവാസി പെണ്ണിനെ